ഓണമൊക്കെയല്ലേ? ഓണമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം സദ്യയിൽ പായസമാണ്. ആ പായസത്തിൽ നമുക്കൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നാലോ? വെറും പായസമല്ല, ഇളനീർ പായസത്തിൻ്റെ പൊടിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതുണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. പാല്, കണ്ടൻസ്ഡ് മിൽക്ക്, ഇത് കോക്കനട്ട് പ്യൂരയാണ്, കോക്കനട്ട് മിൽക്ക്, ചൈന ഗ്രാസ്, ഫ്രൈഡ് കോക്കനട്ട്, കാർഡമം, ടെൻഡർ കോക്കനട്ട്, അവൽ. ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് പാലൊഴിക്കാം. ഇത് 500 ml പാലാണ്, 2.25 കപ്പ് പാൽ. നമുക്ക് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാം. ഇപ്പോൾ നമ്മൾ ഇതിനെ ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇച്ചിരി തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് അതൊന്ന് റെഡ്യൂസ് ചെയ്യാം. ഇത് ഒരു 15 മിനിറ്റ് എടുക്കുന്ന ഒരു സ്റ്റെപ്പാണ്. ഇപ്പോൾ ഈ പാല് റെഡ്യൂസ് ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം. 3/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. ചെറുതായിട്ട് മിക്സായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് 5-6 ഏലക്ക ഇടാം. ഞാൻ 5 ഏലക്കയാണ് ഇട്ടിട്ടുള്ളത്. നമ്മളിത് സിമ്മിലാണ് ഇട്ടേക്കുന്നത്. ഇത് ഇപ്പം നല്ല ലൂസാണ്, കുറച്ച് കഴിയുമ്പോൾ ഇത് കട്ടിയാവും. ഇച്ചിരി തിക്കാകുമ്പോഴത്തേക്കും അതുവരെ നമ്മൾ ഇങ്ങനെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മളിത് കൈ എടുക്കാതെ ഇളക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് പിരിയാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ചൈന ഗ്രാസ് എടുക്കാം. 10 ഗ്രാം ചൈന ഗ്രാസ് 1 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചൈന ഗ്രാസ് ആണ്. അതൊരു 1 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടൊന്ന് മെൽറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഡബിൾ ബോയിലും ചെയ്തെടുക്കാവുന്ന ഒരു സ്റ്റെപ്പാണ്. പക്ഷെ ഞാനിങ്ങനെ ഡയറക്റ്റ് ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്യുന്നത്. പാല് നേരത്തേക്കാളും തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂട് നല്ലതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ചൂട് വേണം. അതിലേക്ക് നമുക്ക് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ടെൻഡർ കോക്കനട്ട് പ്യൂരയാണ്, അതായത് 1 കപ്പ് ടെൻഡർ കോക്കനട്ട് ഫ്ലഷിൽ 3/4 കപ്പ് ടെൻഡർ കോക്കനട്ട് വാട്ടറും കൂടെ ഇട്ട് മിക്സിയിലിട്ട് അടിച്ചതാണ്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഒന്നാം പാൽ, തേങ്ങ ഒന്നാം പാലാണിത്, അതൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക്, ആ ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ടെൻഡർ കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ ടെൻഡർ കോക്കനട്ട് പായസം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചൈന ഗ്രാസ് ഇട്ട് അതിനെ പൊടിയാക്കാൻ പോവുകയാണ്. നമ്മൾ ചൈന ഗ്രാസ് അലിയിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചൂടിച്ചിരി ഒന്ന് താഴാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുവാണ്. ചൂടിച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ നമ്മുടെ പായസത്തിലേക്ക് ഒഴിക്കാം. ഇനി നമ്മൾ ചെറിയൊരു ഫ്ലെയിം ഇട്ട് കൊടുക്കുക. സിമ്മിലിട്ടാൽ മതിയേ, ചെറിയ ഫ്ലെയിം ഉണ്ടായാൽ മതി. കാരണം ഇത് പിരിയാൻ പാടില്ല, നമ്മളെപ്പോഴും സൂക്ഷിക്കണം. ഇതിപ്പോൾ ചെറുതായിട്ട് കുറുകി വരുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ തിക്കായി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്യാം. ചൈന ഗ്രാസൊക്കെ ഒന്ന് മെൽറ്റായി തിക്കായി കഴിയുമ്പോൾ, എന്നാലേ ആ ഒരു പുഡിങ് സെറ്റ് ആവത്തുള്ളൂ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ. ഇതിപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തുള്ള ഏലക്ക നമുക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ പായസം പുഡിങ് ആയിട്ടുണ്ട്. നമുക്കിനി അത് സെറ്റ് ചെയ്യാം. പുഡിങ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിങ്ങാണിത്. ഈ റിങ് എങ്ങനെ നമ്മൾ അസംബിൾ ചെയ്യുമെന്ന് നോക്കാം. ഇത് അടിയിൽ നമ്മൾ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നമ്മൾ ടൈറ്റായിട്ട് ഇതിങ്ങനെ റാപ്പ് ചെയ്യാം. നല്ല ടൈറ്റായിരിക്കണം. അതിൻ്റെ മുകളിൽ നമ്മൾ അലുമിനിയം ഫോയിൽ, ഒരു ലെയർ അലുമിനിയം ഫോയിൽ ഇങ്ങനെ സെക്യൂർഡ് ആക്കാൻ വേണ്ടി റാപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ശരിക്കും ടൈറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ അവലിട്ട്, ഫസ്റ്റ് ലെയർ അവലിട്ട് നമുക്ക് അസംബിൾ ചെയ്യാം. ഇത് അവൽ വിളയിച്ചതാണ്, നല്ല ശർക്കരയിലിട്ട അവൽ വിളയിച്ചത്. അത് നമുക്കൊരു ബേസ് ലെയറായിട്ട് കൊടുക്കാം. യൂഷ്വലി നമ്മൾ കൊടുക്കുന്നത് ബിസ്ക്കറ്റിൻ്റെ ഒക്കെ ലെയറാണല്ലോ. ഇപ്രാവശ്യം നമ്മൾ ആ ഒരു ക്രഞ്ചിനെസ് ഒക്കെ കിട്ടാൻ വേണ്ടി അവലിൻ്റെ ഒരു ലെയറാണ് നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ഈവനായിട്ട്. ഇതിനെ നമുക്കൊരു 10 മിനിറ്റ്സ് ഒന്ന് ഫ്രീസ് ചെയ്യാം. അവൽ സെറ്റായിട്ടുണ്ട്. നമ്മൾ ഫ്രീസ് ചെയ്ത് 10 മിനിറ്റ്സ് ഫ്രീസ് ചെയ്തായിരുന്നു, അത് സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ പായസത്തിൻ്റെ പുഡിങ് മിക്സ്ചർ ചേർക്കാം. ഒരു ലെയർ, 2 സ്പൂൺ ചേർത്താൽ മതി. അതാണ് നമ്മുടെ രണ്ടാമത്തെ ലെയർ.
ഇനി നമുക്ക് ഇതിനെ വീണ്ടും ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്യാം. ഒരു 1 hour 2 hours ഇത് സെറ്റാവും. 1 to 2 hours. നമ്മുടെ പുഡിംഗ് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പ്ലേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ പുഡിങ്ങിനെ ഗാർണിഷ് ചെയ്യാം. ഇത് നെയ്യിൽ നല്ല ഗോൾഡൻ കളറിൽ വറുത്തെടുത്തിട്ടുള്ള തേങ്ങയാണ്. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടെൻഡർ കോക്കനട്ട് പായസം പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഓണത്തിന് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ചാച്ചു ആർക്കും ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. ഒരു 10ൽ എത്ര കൊടുക്കും?